കുപ്പിഭൂതം. നിങ്ങളെ ഞാനാണ് ഇങ്ങോട്ട് വരുത്തിച്ചത്. എന്തിന്? അപ്പോൾ നിങ്ങളാണോ പ്രേതം പറഞ്ഞ കാഞ്ചിയമ്മ? അതെ, ഞാനാണ് ആ കാഞ്ചിയമ്മ. എനിക്കൊരു ഭൂതത്തിനെ ഈ കുപ്പിയിലാക്കണം. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എന്ത് സഹായം? അതിന് നിങ്ങളിൽ ഒരാൾ മന്ത്രം ചൊല്ലണം. മന്ത്രം ഞാൻ പഠിപ്പിക്കാം. എന്നിട്ട് ആ ഭൂതത്തിന് കുപ്പിയിലാക്കണം. ഈ കുഞ്ഞു കുപ്പിയിലോ? ഏയ്, അത് വേണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് ഒരു കണക്കിനാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളില്ല. വാ വാ, നമുക്ക് പോവാം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിൽക്കവിടെ. നിങ്ങൾക്ക് ഈ കാട്ടിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. അവനെ കുപ്പിയിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ അവൻ പല രൂപത്തിലും വരും. ഇപ്പോൾ സുന്ദരിയുടെ രൂപത്തിൽ വന്നതും അവൻ തന്നെ. നിങ്ങൾക്ക് നാശം സംഭവിക്കും. അവനൊരു അദൃശ്യ ശക്തിയിൽ ഇവിടെയുണ്ട്. എന്നിട്ട് ആ കുപ്പിഭൂതത്തെ ആവാഹിച്ച് ഈ കുപ്പിയിലാക്കണം. അയ്യോ, ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹോമകുണ്ഡം ഒരുക്കണം. ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ നിങ്ങളിൽ ഒരാളെ കൊണ്ടേ പറ്റൂ. അതിന് നിങ്ങളിൽ ഒരാൾ മന്ത്രം ചൊല്ലണം. മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പല അനിഷ്ടങ്ങളും ഉണ്ടാവും. നിർത്തരുത്. പേടിക്കണ്ട. അയ്യോ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവണം. എന്നിട്ട് കല്ലു കാട്ടിലൂടെ ഒറ്റയ്ക്ക് ഓടിപ്പോയി. അപ്പൊ കാഞ്ചിയമ്മയും കൂട്ടരും കല്ലു അങ്ങ് കാട്ടിലേക്ക് പോയി. പക്ഷേ കല്ലുനെ നാം രക്ഷപ്പെടുത്തി ഗ്രാമത്തിലേക്ക് അയച്ചു. പിന്നെ കാഞ്ചിയമ്മയും കൂട്ടരും എന്നെ കുപ്പിയിലാക്കാനുള്ള തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ കുപ്പിബോധത്തിന് കുപ്പിയിലാക്കിയത്? ഞാൻ പരമാവധി ശ്രമിച്ചു, നടന്നില്ല. കാഞ്ചിയമ്മയുടെ കയ്യിൽ നിന്നും ആ മന്ത്രവടി തട്ടിയെടുക്കണം. ആ മന്ത്രവടിയാണ് അവളുടെ ശക്തി. അത് തട്ടിയെടുക്കണം. പറയ്, കേക്കട്ടെ.